നമ്മൾ ഗണിത കിറ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് സ്ഥാനവില പോക്കറ്റാണ്. ഇത് ഒന്നുകളുടെ സ്ഥാനവും ഇത് പത്തുകളുടെ സ്ഥാനവും. ഒന്നുകളുടെ സ്ഥാനത്ത് 9ഉം പത്തുകളുടെ സ്ഥാനത്ത് 7ഉം ആണ് ഉള്ളത്. 7 പത്തുകളും 9 ഒന്നുകളും ചേർന്നാൽ 79. ഇത് നമുക്ക് സ്ഥാനവില പോക്കറ്റിൽ ഇട്ട് നോക്കാനുള്ള സംഖ്യകളാണ്. ഇത് നമ്മൾക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഇനിയുള്ളത് കുറച്ച് ഗണിത രൂപങ്ങളാണ്. ത്രികോണത്തിന് 3 സൈഡുകളുണ്ട്. 1, 2, 3. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൃത്തമാണ്. ഇതിന് വശങ്ങളില്ല. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചതുരമാണ്. ഇതിന് 4 വശങ്ങളുണ്ട്. 1, 2, 3, 4. ഇത് നമ്മൾക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഇതെൻ്റെ ഡോമിനോ സെറ്റാണ്. ഇത് നമുക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഇത് അബാക്കസ് ആണ്. ഇത് ഒന്നുകളുടെ സ്ഥാനവും ഇത് പത്തുകളുടെ സ്ഥാനവും. ഇത് അബാക്കസിൽ നമ്മൾ ക്രമീകരിക്കാൻ പോകുന്ന സംഖ്യ 21 ആണ്. ഒന്നുകളുടെ സ്ഥാനത്ത് 1ഉം പത്തുകളുടെ സ്ഥാനത്ത് 2ഉം പത്തുകളുടെ സ്ഥാനത്ത് 2ഉം ഒന്നുകളുടെ സ്ഥാനത്ത് 1ഉം. 2 പത്തുകളും 1 ഒന്നും ചേർന്നാൽ 21. ഇത് നമ്മൾക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. അബാക്കസിലും സ്ഥാനവില പോക്കറ്റിലും നമുക്കിടാൻ മുത്തുകളുണ്ട്. ഇത് നമ്മൾക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഈർക്കിൽ കേട്ടിന് പകരം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഗണിത കിറ്റിൽ നമ്മൾക്ക് പൈസയുടെ കണക്ക് കൂട്ടാൻ കുറച്ച് കളിനോട്ടുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ നോട്ടുകൾ നമ്മൾക്ക് പരിചയപ്പെടാം. ഇത് 2000 രൂപയുടെ നോട്ടാണ്. ഇത് 1 രൂപ നോട്ടാണ്. ഇത് 5 രൂപ നോട്ടാണ്. ഇത് 2 രൂപ നോട്ടാണ്. ഇത് 500 രൂപ നോട്ടാണ്. ഇത് 100 രൂപയുടെ നോട്ടാണ്. ഇത് 200 രൂപയുടെ നോട്ടാണ്. ഇത് 10 രൂപയുടെ നോട്ടാണ്. 20 രൂപയുടെ നോട്ടാണ്. ഇത് 50 രൂപയുടെ നോട്ടാണ്. ഇത് നമ്മൾക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ നോട്ടാണിത്. ഇത് നമ്മൾക്ക് ഗണിത കിറ്റിലേക്ക് ഇടാം. ഇതെല്ലാം ചേർന്ന എൻ്റെ ഗണിത കിറ്റാണിത്.